ആ എടി 3 ചിട്ടികൾ കഴിയുമ്പോഴേ അത് തീരും. നീ ഇനിയിപ്പോ ഒരു 5000ന്റെ ചിട്ടി അങ്ങ് പിടിക്കുക. ആ അമ്മേ, ഇവിടെ അടുക്കളയിലേ ഒരു വർക്ക് ഏരിയ പിടിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടായി എന്നോട് ചോദിച്ചായിരുന്നു നിന്റെ പൈസ വല്ലതും ഉണ്ടോന്ന്. ഈ ചിട്ടിക്ക് കിട്ടുന്ന കാശ് ഞാൻ കൊടുക്കാം. പിന്നെ അത് നീ പണിയെടുക്കുന്ന പൈസ നിനക്ക് വേണ്ടിയിട്ടല്ലേ. അവരെന്നാന്ന് വെച്ചാൽ അത് ഉള്ളതൊക്കെ കാണിച്ചോളും. നീ അതിന് നിന്റെ പൈസ എടുക്കണ്ട. ആ എന്നാ എന്റെ ഇല്ലെന്ന് പറയാല്ലേ. ആ എന്നാ ശരിയെന്നാ. ഇച്ചേ ബക്കറ്റിലെ തുണി ഒന്ന് മേളോട്ട് എത്തിച്ചതന്നെ, ഞാൻ വിരിച്ചോളാം. എടാ, നീ എങ്ങാനും ഗോൾഡ് വല്ലതും പണയം വെച്ചായിരുന്നോ ബാങ്കില്? എന്നാ കാര്യം? നമ്മുടെ ജാൻസിക്ക് കാശ് കൊടുക്കാനായിരുന്നു. അതമ്മേ, അവക്ക് പോവാൻ വിസയൊക്കെ റെഡിയായി വരുവാ. കുറച്ച് കാശ് ഞങ്ങളുടെ വകയായിട്ടും കൊടുക്കാനായിട്ടാ. ഈ വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ സ്വർണം വീട്ടിൽ ഇരിക്കണം എന്നാ. അല്ലാതെ പിന്നെ കെട്ടിച്ചു വിട്ടിട്ട് പിന്നെ അതിന്റെ സ്വർണത്തിന്റെ വീതം ചോദിച്ചോണ്ട് വരാൻ ഉളുപ്പുള്ള വീട്ടുകാരൊന്നും ചെയ്യത്തില്ല. അല്ല അമ്മേ, ഇവിടുത്തെ മിനിയുടെ സ്വർണം കൊണ്ടുപോയിട്ട് അമ്മ എന്തിനാ അമ്മയുടെ ലോക്കറിൽ കൊണ്ടുവച്ചേക്കുന്നത്? അത് അവിടെ കൊടുത്ത സ്വർണ്ണാണെങ്കിൽ അവിടുത്തെ ലോക്കറിലല്ലേ ഇരിക്കേണ്ടത്. അത് പിന്നെ അവിടെ പുതിയ ലോക്കർ എടുത്ത് വേറെ പൈസ കൊടുക്കണമല്ലോ. ഇവിടെ ഓൾറെഡി ലോക്കർ ഉണ്ടല്ലോ അമ്മേ. അപ്പൊ പിന്നെ ഞാനും തിന്നുന്ന ചോറ് തന്നെയാ. അല്ല പിന്നെ എന്നാ നോക്കിക്കോടാ, പോയി തുണി വിരിച്ചിട്. അല്ല പിന്നെ എന്റെ കാര്യമോ വീട്ടുകാരുടെ കാര്യമോ പോട്ടെ, ആ കൊച്ചുങ്ങളുടെ കാര്യമല്ലോ. അല്ല മോനെ, അവള് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നോണ്ട് അവക്കും ഇങ്ങനെ കുറച്ചൊരു ഇത് വേണ്ടേ. അവളുടെ പക്ഷത്ത് നിന്നാണോ പറയുന്നത്? അയ്യോ, ഞാൻ അവളുടെ പക്ഷം പിടിക്കുവല്ല. അവളോട് ഞാൻ സംസാരിക്കുക. എനിക്കറിയത്തില്ലല്ലോ, പിണങ്ങി വന്നാന്ന് അറിയത്തില്ല. അവള് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാ, ഹാഫ് ഡേ ലീവ് എടുത്തെന്നൊക്കെ പറഞ്ഞ് പോന്ന. ഏതായാലും അമ്മയൊന്ന് സംസാരിക്കും. ഞങ്ങൾ എന്നാലും പറഞ്ഞാടിയ. ഇതെന്നാ നടന്നു തന്നെ? 2 വീലർ ഇല്ലേ ഇന്ന്? രാവിലെ ഇച്ചാൻ എന്നെ കൊണ്ടേ വിടുവല്ലായിരുന്നോ? ഇപ്പൊ ബസ് കയറിയാ വന്നേ. മോളെ, എന്നാലേ പെട്ടെന്നൊന്ന് ചായ ഇട്ടേരെ. ഞാൻ ഇവിടെ മൊത്തം അടിച്ചിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര കട്ടുകഴപ്പ്, കൈ മൊത്തം മേല. എന്റെ അമ്മേ, ഞാൻ ബസ്സും കയറി നടന്നു വന്നല്ലേ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, ബാത്റൂമിലൊക്കെ ഒന്ന് പോട്ടെ. ബാത്റൂമിലൊക്കെ പോയിട്ട് മതി. പിന്നെ മിനി വന്ന് മേളിൽ കിടപ്പുണ്ട്, തലവേനയാന്ന് പറഞ്ഞു. അവർക്ക് കൂടി ഇച്ചിരി ചായ കൊടുത്തേക്ക് കേട്ടോ. ബാക്കിയുള്ളവർക്ക് തലയും പണയൊന്നും ഇല്ലല്ലോ. നീ കിടക്കുവല്ലായിരുന്നോ? എന്നാ ചായ കുടിച്ചോ. നീ അവനുമായിട്ട് അടിയുണ്ടാക്കിയോടെ അങ്ങ് പോന്നേ. എന്റെ പൊന്നമ്മ, എനിക്കൊന്നും ശ്വാസം വിടാൻ അവിടെ പറ്റിയല്ല. അങ്ങോട്ട് പോകാൻ മേല, ഇങ്ങോട്ട് പോകാൻ മേല. ആര് വിളിച്ചു? ആരാ ഇപ്പൊ വിളിച്ചത്? നീ ആരോടാ സംസാരിക്കുന്നത്? എന്താ സംസാരിക്കുന്നത്? ഏതാണ്ട് പട്ടാളച്ചിട്ട പോലെ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഫോൺ കോളോ അതോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് ആയിക്കൂടെ. ഈ വീട്ടിൽ വന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട സമയത്ത് ചെയ്തോ. അവർക്ക് ഇഷ്ടപ്പെടുവോ ഒക്കെ? എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല അമ്മേ. ആരോടെ എപ്പോ സംസാരിക്കണം എന്ന് അവര് പറഞ്ഞിട്ട് വേണോ? ചുമ്മാ ചേട്ടന് ചുമ്മാ എന്നെ സംശയമാ. എന്നാ ആണേലും വൈകുന്നേരം വീട്ടിൽ പോക്കോ. ചുമ്മാ അവരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കണ്ട കേട്ടല്ലോ. ഇത് 3 ലക്ഷം രൂപയുണ്ട്. വണ്ടി എന്നത്തേക്ക് എടുക്കാനാ? അത് കൊടുത്താ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ കിട്ടും. മൊത്തം എല്ലാം കൂടി എത്ര ലക്ഷം രൂപയാവും കൊച്ചേ? അതൊരു 10-12 ലക്ഷം രൂപയുടെ ഒരു വണ്ടിയാ. എന്താണ് നാത്തൂനെ ലക്ഷങ്ങളുടെ കണക്കൊക്കെ പറയുന്നത് ഇവിടെ? നാത്തൂനെ, അത് ഞങ്ങളൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ ഇച്ചായൻ അറിയത്തില്ല. ഞാനൊരു സർപ്രൈസ് പോലെ കൊടുക്കുന്നതാ. ഇങ്ങനെ വലിയ വലിയ വണ്ടിയൊക്കെ സർപ്രൈസ് കൊടുക്കുമ്പോ ചേട്ടന്റെ ഇഷ്ടമോട് ചോദിക്കണ്ടായിരുന്നോ? അത് പിന്നെ ഇച്ചായന് ഇഷ്ടമുള്ള ഒരു കളറാ. പിന്നെ സുസുക്കിയുടെ വണ്ടിയല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ. സർപ്രൈസ് ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്യാനൊന്നും അധികം പോയില്ല ഞാൻ. അങ്ങനെയാ, കെട്ടിയവന്മാരുടെ മനസ്സറിഞ്ഞ് ഇതുപോലുള്ള സർപ്രൈസ് ഒക്കെ കൊടുക്കണം. എന്തായാലും ഇത്രയും വലിയ പൈസ മുടക്കി സർപ്രൈസ് കൊടുക്കാനുള്ള ആസ്തിയൊന്നും എനിക്കിപ്പൊ ഇല്ലേ. നാത്തൂനെ, ചേട്ടാ എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ സർപ്രൈസ് പറയല്ലേ. ഇല്ലില്ല, ഞാനായിട്ടൊന്നും പറയത്തില്ല. നമുക്ക് നല്ല അസൂയ. അമ്മയുടെ സ്വർണം വല്ല ഇരിപ്പുണ്ടോ? എന്റെ ഇനി അധികമൊന്നും ഇല്ലടി, ഈ ഇട്ടേക്കണൊക്കെ ഉള്ളൂ. എന്നാ 2 വളയും കുരുത്താ, ഞാൻ പിന്നെ എടുത്തു തരാം. എല്ലാം കൂടി ഇങ്ങ് എടുത്തു തന്നേക്കണേ. ഉള്ളതാവട്ടെ. 4 ലക്ഷമെങ്കിലും കൊടുക്കാം.
ഹലോ, എടി നീ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വന്നേ. എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണമായിരുന്നു. നീ ഒന്ന് വീട്ടിലോട്ട് വാ, അത്യാവശ്യ. ആ ഞാൻ വരാം. എന്താ എന്താ പറ്റിയേ? അമ്മയ്ക്ക് എന്നാ പറ്റിയേ? ഇന്ന് കരച്ചില് നിർത്തടി. എത്ര നേരമായി നീ കിടന്ന് കരയാൻ തുടങ്ങിയിട്ട്? എന്താ കാര്യം? എന്താ അപ്പച്ചാ? എന്താ അമ്മച്ചി കാര്യം? അപ്പൊ മോളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഡി നീ ആ? റൂമിലേക്ക് വന്നേ. എന്താ എടി കാര്യം? എന്താ നമ്മുടെ ഏ? മിനിയെ ഓഫീസിലുള്ള ഒരു ചെറുക്കനായിട്ട് ഒളിച്ചോടി പോയെന്നേ. അവനായിട്ട് അടുപ്പത്തിലായിരുന്നു. നമ്മുടെ മിനിയോ? ആടിയും വല്ലാത്ത നാണക്കേടായി പോയി. അയ്യേ, ഇനിയിപ്പോ എന്നാ ചെയ്യൂന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അളിയൻ ഇനി എന്നെ സഹിക്കും. അതിനാണോ ഈ അവള് ഈ പൈസ മൊത്തം സംഘടിപ്പിച്ചത്? ആന്നേ, വണ്ടി എടുക്കാനൊന്നും അല്ലാണ്ട് ഇവന്റെ കൂടെ പോകാനായിട്ടായിരുന്നേ. എടി നീ നിന്റെ കരച്ചില് നിർത്ത്. എന്തേലും കഴിക്ക്. എന്റെ തൊണ്ടേ നെറ്റ് പറ്റിറങ്ങണില്ല. എന്റെ സ്വർണം കൊണ്ടുപോയാലല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആവശ്യം എന്തിരിക്കുന്നു? കെട്ടിയോനെയും കൊച്ചിനെയും ഉപേക്ഷിച്ച് വേറൊരുത്തന്റെ കൂടെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ശ്ശോ, നാണക്കേട്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പൊ കാര്യം? ഇതല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അമ്മ കഴിക്കാമ്മേ. അമ്മ ഇവിടെ കരഞ്ഞു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പോയ മിനി തിരിച്ചു വരുമോ? അമ്മേ, ശവത്തി കുത്തുവാൻ തോന്നരുത്. ഈ ഭർത്താവിന്റെ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ കൊടുക്കണോ അല്ലേ അമ്മേ?